പക്ഷേ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി പാട്ട് എഴുതി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് ഉറക്ക വെച്ചിട്ട് ഇത്തരം പാട്ടുകൾ ഉറക്ക വെച്ചിട്ട് ബസ്സുകൾ ഇങ്ങനെ നിരന്തരമായി ഓടിയിരുന്നു. അപ്പോൾ ബസ്സിൽ കയറുന്നവരും ഇറങ്ങുന്നവരും ഒക്കെ ഈ പാട്ട് കേൾക്കും. അന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ടൈമിൽ ഇത് ഞാനാണ് ചെയ്തതെന്ന് മറ്റുള്ളവരോട് പറയാൻ തോന്നുന്ന വെമ്പുന്ന ഒരു ഉണ്ടായിട്ടുണ്ട്. മനസ്സുമായിട്ട് പുനലൂര് ഞാൻ പ്രോഗ്രാമിന് പോണ സമയത്ത് പിന്നെ ജസ്റ്റ് കൊല്ലത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടോ ഒരു ബസ് യാത്ര ജസ്റ്റ് കയറണം. അന്ന് നൗഫലിക്ക ഇല്ല, എന്നോട് മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കയറി ബസ്സിലിരുന്നിട്ട് ഞാൻ കല്ലായി കേട്ട് കഴിയുന്നതിൻ്റെ മുന്നേ ഒരു പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് അവരുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അതിനകത്തൊരു സിനിമാ കഥ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ഒരു ഇതാണ്. അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ സെയിം ഫീൽ ഉണ്ടായിട്ട് ഒരു രക്ഷയിലാണ്. അപ്പോൾ ആ ചേട്ടൻ ഞാൻ പാടിയ പാട്ടാണ് സത്യം. ആ നമ്പർ തന്നു, ഇപ്പോഴും മറക്കൂല. കാരണം അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മകളുടെ ഭർത്താവ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ട സേവകൻ, ആ പുള്ളി പെട്ടെന്ന് മരിച്ചുപോയി. ആ പുള്ളിയുടെ ആ മരണത്തിന്റെ സങ്കടം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാനത് സിനിമയായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഒരു ത്രെഡ് ഉണ്ടാക്കി അവിടുന്ന് അത് കേട്ട് കഴിഞ്ഞ് പാട്ടുകൂടെ കേട്ടപ്പോൾ ചേട്ടാ ഞാൻ പാട്ടുകാരനാണ്, പാട്ടിന് പോവാണ്, ഞാൻ വരാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പുള്ളിൻ്റെ അടുത്ത് അത് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഉമ്മയും വല്യമ്മയും വേറൊരു മൂത്തയും കൂടെ കോഴിക്കോട് അത്തോളി ബസ് കയറിയപ്പം ഈ പാട്ട് കഴിഞ്ഞ ആഴ്ച മോനെ എൻ്റെ പാട്ടേനും ബസ്സിൽ കേട്ടപ്പം ഭയങ്കര സന്തോഷം. അപ്പം മൂത്ത എന്ന് പറയുന്നത് ഉമ്മയുടെ അനിയത്തിയാണ്. അവര് പറയാൻ പോയി ഇത് നമ്മളെ ലാലു പാടിയ പാട്ട്. ഞാൻ പറഞ്ഞ കൊന്നാളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവേശം കൊണ്ടാണ് പറഞ്ഞവൻ എന്ത് മണ്ടത്തരങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം അവർക്കും അത് തോന്നിക്കഴിഞ്ഞപ്പോൾ പക്ഷെ ഇപ്പോഴും ബസ്സിനകത്തേക്ക് ആ പാട്ടുകൾ തിരിച്ചു വന്നു. എൻ്റേതെന്നല്ല, പഴയ ആ കാലഘട്ടം തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു സത്യമാണ്. ഈ മാഗ്നസിന്റെ കാസറ്റിന്റെ പുറകിൽ നിങ്ങളുടെ നമ്പറായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്യും. ആ കമ്മ്യൂണിക്കേഷൻസ് ഒരു കാസറ്റിന്റെ വിൽപ്പനയെ മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ സാധ്യമായിരുന്നത് ഫോൺ വഴി ഫീഡ്ബാക്ക് കിട്ടുന്ന ആ സമയത്തൊക്കെ അത് കേൾക്കുകയും ഒപ്പം ചിലതൊക്കെ ആസ്വദിക്കുകയും ഒരുപാട് ആരാധകരൊക്കെ വരികയൊക്കെ ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് കാസറ്റിന്റെ ഓർഡറിനേക്കാളും ഓർഡർ കറക്റ്റ് അവർക്കറിയാം, നമ്മൾ ഏത് നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഓർഡർ ചെയ്യാന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് അതിനകത്ത് പരിചയപ്പെടാനുള്ള ആളുകളുടെ ആവേശം. കാരണം ആകെ അവർ കാണുന്നത് മമ്മൂട്ടി മോഹൻലാൽ സ്ക്രീനിൽ. പിന്നെ കിട്ടിയതാണെങ്കിൽ മാപ്പിളപ്പാട്ട് ആൽബങ്ങൾ, ഓട്ടോറിക്ഷ, അത് സാധാരണക്കാരൻ്റെ ലിറിക്കിലാണ് ഷാഫിയും താജും ഒക്കെ തുടക്കം. ഇവരെ കാണാൻ പറ്റും ഷോകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. അത്രയും കോളുകൾ വരും, പരിചയക്കാരുണ്ടാവും. പിന്നെ ഒരൊറ്റ ധൈര്യമുള്ളൂ, ഇവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, നമ്പർ മാത്രമേ ഉള്ളൂ, ഹൈഡാണ്, ഡീറ്റെയിൽ കിട്ടില്ല. ഇന്നത്തെ പോലെ ഇന്നിപ്പം മെസ്സേജ് അയച്ചാൽ നമുക്കൊരു ദിവസം കൊണ്ട് പോയിട്ട് കാണാം. ആ ഒരു ധൈര്യത്തിലാണ് ഒരുപാട് കണക്ഷനും കോണ്ടാക്റ്റും. അങ്ങനെ 20 വർഷം മുന്നേ ഉള്ള കണക്ഷൻ മെസ്സേജുകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങി. എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഇന്നാളാണ്, എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഇന്നാളാണ്. അതിലൊരു ചെറിയ ക്ലൂ തരും, അപ്പം മനസ്സിലാകും. ഇപ്പോ അത് ആ ക്ലൂ എന്താണെന്ന് അറിയാമോ? അന്ന് അത്രയും റൊമാൻറ്റിക് ആയിട്ട് ഈ മനുഷ്യൻ സംസാരിച്ചിരുന്നല്ലോ, അതല്ലേ സത്യം? അല്ല, ഇതില് അവർക്ക് ആവശ്യമുള്ള താരങ്ങള് ഞാനല്ല, എന്നെ 1% ആളുകൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ താജുവിനെ ഷാഫിനെയാണ് വിളിക്കണത്. ഷാഫിയില്ലേ പോട്ടെ, താജുല്ലേ പോട്ടെ, തൽക്കാലം ഞാനാണ്. അങ്ങനെ നല്ല കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ടീമിൽ നിന്നും താഴെ ടീമിൽ നിന്നും ഒരുപാട് ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അതിപ്പോ ഓർക്കുമ്പോ വേറൊരു രസമല്ലേ. പക്ഷെ അതിനകത്തൊക്കെ കിട്ടിയെന്നറിയോ, ഇവരൊക്കെ ഈ മറ്റേ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറയില്ലേ, അതേപോലെ ഇവരുടെ ലൈഫുകളാണ് പറഞ്ഞത്. വിഷമങ്ങള്, പ്രയാസങ്ങള്. ഇപ്പോഴും മെസ്സേജ് വന്നതിൽ അവരുടെ കുറേ വിഷമങ്ങൾ പറയാൻ ഒരാൾ, അല്ലെങ്കിൽ അത് മറയ്ക്കാൻ കുറച്ച് സമയം, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് റിലീസ് ആവാൻ ഒരു പാട്ട്, ഒരു ജസ്റ്റ് ഒരു ചാറ്റ്, അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പിന്നെ അതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇപ്പോഴും കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഇവർ ഇഷ്ടം അതിനകത്ത് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, ഇന്നിപ്പോ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു സ്ഥാനം അവർക്കുള്ളതാണ്. അതിൽ നമ്മൾ കഴിവുള്ള കലാകാരനോ കഴിവില്ലാത്ത കലാകാരനോ എന്നുള്ളതൊന്നുമല്ല, അവര് തന്നെ, ഓഡിയൻസ് തന്നെയാണ് സ്റ്റാർ. ഇപ്പൊ പാടിയാ മതിയായിരുന്നല്ലേ? ഇപ്പൊ പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി, അതായത് അന്ന് 10 വർഷം മെനക്കെട്ടത് ഇന്നൊരു വർഷം റീച്ച് കിട്ടായിരുന്നു. അത് സത്യമാണ്. ഇപ്പൊ ഈ ബേബി ജീനും ഇവരൊക്കെ തകർക്കുമ്പോ, ഡെപ്സിയൊക്കെ തകർക്കുമ്പോ, പക്ഷെ ഇപ്പോഴും പഴയ ടാലന്റും വാശിയും കച്ചവടത്തിലുള്ള മത്സരബുദ്ധിയൊന്നും നശിച്ചിട്ടില്ല. നാളെ വേണമെങ്കിൽ ഒരു ഹിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള തൻ്റെ ഇടമൊന്നും ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച്, സത്യം. അതായത് കലാപരമായിട്ട് ഇനി ഒന്നും ആവണ്ട, കൂടുതൽ പ്രശസ്തിയിലേക്ക് പോകണ്ട, അത് ഒരു സ്ഥലത്ത് വെച്ച് ബ്ലോക്കായി, അതായത് സ്റ്റോപ്പ് ചെയ്ത്. അത് പക്ക ഞാൻ പറയണത് സത്യസന്ധമായിട്ടാണ്. സ്റ്റേജ് കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, സ്റ്റേജ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് വന്ന്, എന്താണോ നമുക്ക് പടച്ചോൻ വിധിച്ചത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക.
അത് വെട്ടിപ്പിടിക്കണം. ആഗ്രഹങ്ങൾ വരുമ്പം അത്യാഗ്രഹം വരും. അത്യാഗ്രഹം വരുമ്പോൾ വെട്ടിപ്പിടിക്കാൻ തുടങ്ങും. വെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ മനുഷ്യനല്ലാണ്ടാവും, സുഹൃത്തുക്കളെ തിരിച്ചറിയണ്ടാവും, ആളുകളെ തിരിച്ചറിയണ്ടാവും. പാട്ട് ബ്രേക്ക് എടുക്കാം, ഒരു പാട്ട് പാടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പാടിയ പാട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട്, ഇനി എന്ന് കാണും മോളെ ഞാൻ മതിയാകുവോളം നിന്നെ ഞാൻ കരളിൻ്റെ കൂട്ടിലെന്നെന്നും കളിക്കൂട്ടുകാരനിവനുണ്ടോ കളിവാക്കു കേൾക്കുവാനെന്നും അണയുന്ന തോഴനിവനുണ്ടോ ഇനിയെന്ന് കാണും മോളെ ഞാൻ മതിയാകുവോളം നിന്നെ ഞാൻ കരളിൻ്റെ കൂട്ടിലെന്നെന്നും കളിക്കൂട്ടുകാരനിവനുണ്ടോ കളിവാക്കു കേൾക്കുവാനെന്നും അണയുന്ന തോഴനിവനുണ്ടോ. അത്രയും വർഷം പാടാതിരുന്ന് മിമിക്രി അവതരിപ്പിക്കാതിരുന്ന് നമ്മുടെ സൗണ്ട് ശരിക്കും ബ്ലോക്കാണ്. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ കുറേ ഒച്ചിമുളിയൊക്കെ സ്കൂളിലൊക്കെ പോയി ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇങ്ങനെ റിക്കവർ ചെയ്ത്. ഈ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സിനിമയാണ്. അപ്പൊ സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. നിങ്ങൾ സിനിമ തന്നെ ഉണ്ടാക്കി, പക്ഷെ സിനിമ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അർജുൻ അശോകനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അർജുൻ അശോകന്റെ എനിക്ക് തോന്നുന്നു ഓർക്കൂട്ട് കഴിഞ്ഞ് സെക്കൻഡ് പടമാണ്, 2014 മറ്റോ ആണ്. അർജുൻ അശോകനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾ അയച്ചെന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ പടം കണ്ടിട്ടില്ല. അപ്പൊ മനസ്സിലായി, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ അർജുൻ അശോകൻ ഒരു കാലമൊന്നും മനസ്സിലാക്കില്ലേ. എനിക്ക് തോന്നുന്നു അതിന് ശേഷം പുള്ളി പറവയിലുണ്ടായിരുന്നു. നോട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരുന്നത്. അപ്പൊ അതിന് മുമ്പുള്ള 2 പടങ്ങളില് ഒന്നാണ് ഓർക്കുട്ടും ഈ പറയുന്ന. അതിനകത്ത് അർജുൻ അശോകൻ അവതരിപ്പിച്ച ക്യാരക്ടർ എന്റെ സ്വപ്നങ്ങൾ അറിയൽ. സിനിയിൽ അവതരിപ്പിച്ച ക്യാരക്ടർ ഞാൻ നേരത്തെ കീണ് എഴുതിയ CT കബീറില്ലേ, ഞങ്ങളുടെ 2 പേരുടെ സ്വപ്നങ്ങളാണ് ആ സ്ക്രിപ്റ്റ്. സിനിമാക്കാരനാവണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. പക്ഷെ ഈ പടം ചെയ്യുന്നതിന് മുൻപ് നമ്മളിതൊരു 1 hour ക്യാമ്പസ് ഫിലിമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡുള്ള കുമ്പള അക്കാഡമിക്ക് വേണ്ടിയിട്ട്. ഖലീൽ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷ്, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു കോളേജാണ് കുമ്പള. അതിനകത്ത് ഞാനും കബീറാണ്, അർജുൻ അശോകന്റെ ക്യാരക്ടർ ഞാനും, ജിനിലിൻ്റെത് കബീറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ തന്നെ അഭിനയിച്ച്, ബാക്കിയൊക്കെ അഭിനയിച്ചത് അവിടുത്തെ മാഷിമാരും കുട്ടികളാണ്. പിന്നെ അതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിച്ചത് റഷീദ് വേൾഡാണ്, ഇന്നത്തെ മേക്കപ്പ് മാൻ. അവാർഡൊക്കെ വാങ്ങിയ റഷീദ് റഷീദ് അതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട്. അപ്പൊ അന്നേ നിങ്ങൾ ചിന്തിക്കണം, നോക്കിയേ ആ പുള്ളിയാണ് അന്നത് ചെയ്തത്. അപ്പൊ അതിന്റെ ക്രൂവും കാര്യങ്ങളും ഡുഡു ഡയറക്ടർ, നിതിനേട്ടൻ ക്യാമറ ഒക്കെ ചെയ്ത് ആ പടം കണ്ടിട്ട് പിന്നെ നാദർഷയ്ക്ക് പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫർ തന്നു, കുറെ നടന്ന്. പിന്നെയാണ് എം നസീറിന്റെ കയ്യിലേക്ക് ആ പടം പോണത്. അവിടുന്ന് പിന്നെ ആദ്യം ഫഹദും വിനീതിലൊക്കെയായിരുന്നു ആ പ്രോജക്റ്റ്. പിന്നെ നേരെ അർജുനിലേക്കും സിനിലിലേക്കൊക്കെ വന്നു. ആ പടം കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ ഏകദേശം പടം ഫ്ലോപ്പാണ് 100%. എങ്ങനെ വെച്ചാൽ കുറേ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഹാരിസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മൂപ്പരാണ്. എൻ്റെയും കുറേ സാമ്പത്തികം അതിനകത്ത് പോയിട്ടുണ്ട്. പുള്ളിക്കും ഒരു രൂപയിലും തിരിച്ചു കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഒരിക്കലും ഏൽക്കില്ല. പുതുമുഖങ്ങൾ നമ്മൾ റിലീസ് ചെയ്ത സമയത്ത് ഓപ്പോസിറ്റ് ബാംഗ്ലൂർ ഡേയ്സും കൊച്ചടയാനുമാണ്. നോക്കേണ്ട ആവശ്യമില്ലല്ലോ.